പറയാ ബസ്സിലേക്ക് പോയടേ അതന്നെ വീട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ വീട്ടിൽ കയറിയിട്ടില്ല സ്പീക്കറുണ്ട് പത്ത് മണിക്ക് വയറ് ബാക്കിൽ വയറുണ്ടോ ശ്രദ്ധിക്കണേ എല്ലാവരും ബാക്കിൽ ശ്രദ്ധിക്കണേ ഒരു 10,000 ആൾക്കാരുണ്ട് ഇവിടെ ഒന്ന് അറിയാമല്ലോ ഇവിടെ എല്ലാവരും Hello. Lindsay.
മക്കളെ യോസേട്ടാ I'm back to go. ചേട്ടാ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഹലോ പറയൂ. ഞാൻ പഴയ ചിന്തമാണ്. ഞാൻ ഒരു 3 മാസം പോകുന്നതൊന്നും ഞാൻ അറിയില്ല. സത്യം നിങ്ങളുടെ ആളാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലാക്കി അങ്ങനെ എന്തോ തോന്നുന്നു. സത്യം. കാരണം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ എന്താ അത് പഴയ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വീട്ടിലൊരാള്, നിങ്ങളുടെ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാൾ തന്നെയാണ് കിട്ടുന്നത്. അത് മാറ്റമൊന്നുമില്ല കേട്ടാ. സത്യം മനസ്സിലാക്കി പറയാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ബിഗ് ബോസിന്റെ അകത്ത് 50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മളെ ഇരിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ കൈപ്പിടിച്ച് വിചാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തന്നെ നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആരും ഒരാളോട് ഞാൻ വീടുണ്ട്, ആരും സെലക്ട് ചെയ്യുന്ന ആളുകൾ ഓരോ സ്ത്രീയോട് ഞാൻ വീടുണ്ട്. ഞാൻ എത്ര നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. നമ്മുടെ 12 നേരം ഫുഡ് കഴിച്ചിരുന്ന ആളാ ഇവിടെ കോഴിയിൽ 12 നേരം. സത്യം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ട് 12 നേരം ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയെ നിൽക്കണം. അപ്പച്ചനോട്ടാണ് അപ്പച്ചൻ നല്ല ഫുഡ് കഴിക്കും. അപ്പൊ ആ ഉണ്ടാക്കിയിരുന്ന ആൾ അവിടെ ചെന്ന് 3 നേരം ഭക്ഷണങ്ങളോ നമുക്കൊരു കായ ഓർത്ത് ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 25 രൂപ 1, 2, 3 ആ അവസ്ഥയിൽ വളരണം. അപ്പൊ ഭയങ്കര ടഫാണ് സത്യം. അടി കൊള്ളല്ലേ ഞാൻ നമ്മൾ മകനാളാ. അടി കൊള്ളണം. അടി കൊടുത്ത മഹാമാരൊക്കെ കഴിഞ്ഞോണ 2 സീസണിൽ കണ്ടില്ല. ഇപ്പൊ നമ്മുടെ റോബിൻ തന്നെ അവൻ നമ്മള് വിജയിക്കേണ്ട ആളല്ലായിരുന്നു. ജസ്റ്റ് ആളെ അടിച്ചുകൊണ്ടല്ലേ പുറത്തുപോയി. അപ്പൊ എന്നോട് ഏഷ്യക്കാര് പറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ, ഇവിടെ പോകുന്നത് അടിക്കുന്നുള്ളൂ. അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എന്നെ സംബന്ധിച്ചോളം ദേഷ്യം കൂടുതലുള്ള ആളാണ്. അതൊക്കെ അവിടെ ചിലപ്പോൾ ശാന്തമായിട്ട് അറിയാൻ എന്നെ പിടിച്ച് പുറത്താക്കും. എനിക്ക് മനസ്സിലായി എന്താ പറയാ എന്താ പറയാ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ നല്ല സംസാരിക്കാൻ പറ്റും. ഇവിടെ നാട്ടിൽ നിങ്ങളുടെ മോഹൻ കേട്ടിട്ട് എന്തോ പോലെ ചിരി ഡാൻസ് അതിന് പോയി കഴിഞ്ഞാൽ കളിക്കാൻ. കാരണം അവസ്ഥയാവും നമ്മള്. ഒരു മുദ്ര പറയാത്ത ആൾക്കാർ മുദ്ര കിട്ടും. ഡാൻസിന്റെ ഭാഗമാകാത്ത ആൾക്കാർ നമ്മൾ പഠിക്കണം. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്. അവിടെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നെ സംബന്ധിച്ചോളം ആ ഗെയിം ഞാൻ ഉപേക്ഷിച്ചു, തീർന്നു. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സാണ്. അവരവിടെ പുറത്തിറങ്ങിയിട്ട് അവരെന്ത് പറഞ്ഞാലും ചെയ്താലും
എന്റെ ഭാഗത്ത് അവർക്കെതിരെ ഒന്നുമില്ല, ആർക്കെതിരും ഇല്ല. എന്താ കാരണം കഴിഞ്ഞാൽ അവരൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരികളായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടതാണ്, അവരെന്നെ അങ്ങനെ കണ്ടിട്ട് എനിക്കറിയില്ല. ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവരോടാണ് പറയാനുള്ളത്. ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അവര് ചവിട്ടി താഴ്ത്താന്ന് പറഞ്ഞാൽ ഞാൻ മോളിൽ കയറി പോയി പോകും. കാരണം അതായത് ഞാൻ ഏറ്റവും മനസ്സിലിട്ടിരുന്നതാണ്. കാരണം എന്നെ ചവിട്ടി താഴ്ത്തി നാട്ടിൽ സമ്മതിക്കും. അതാണ് കാരണം നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. പുറത്ത് ഉറപ്പാണെങ്കിൽ ഞാൻ അവിടെ പുറത്തു പോകും. എനിക്ക് 100% ഉറപ്പാണ്. അത് ഞാൻ എടുത്തു വെച്ചേക്കാണ്. അതെന്താണ് എടുത്തു വെച്ചത്? കാരണം നമ്മൾ എപ്പോഴും വയ്ക്കുന്ന മഴ, പിന്നെ എനിക്ക് സെന്റിമെന്റ്സ് കൂടുതലാണ്. ഇവിടുന്ന് പോയപ്പോ ഭയങ്കര സെന്റിമെന്റ്സാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ ഔട്ടാവാന്ന് പറയുന്ന മറ്റുള്ളൊരു സങ്കടം ഉണ്ടോ നോക്കിയാലോ. അത് ഒറ്റയ്ക്ക് അതെന്താന്നറിയോ? സത്യം. ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞ നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ജീവിക്കുക. ജീവിച്ചിട്ട് കൂട്ടുകുടുംബക്കാരുണ്ടാവല്ലോ. കൂട്ടുകുടുംബത്തിൽ 10 പേര് ജീവിക്കണമെങ്കിൽ 10 പേര് ആ ഒരാളെ മൊത്തത്തില് ആ 9 പേര് നിങ്ങളെ ഡൗൺ ആക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവസ്ഥ ഭയങ്കര മോശമായിക്കില്ലേ? ആ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണാനും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂലാനും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്താലും ആ 9 പേരും കുറ്റം പറയും അല്ലെ? നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും? അത് നെഗറ്റീവ്. അപ്പൊ അതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചില്ലറ കഥകളാണ്. അത് എനിക്ക് പാലപാടം പഠിച്ചറിയോ? നമ്മുടെ ഈ മാണിക്കൂർ സ്കൂളിലെ അതൊക്കെ നമുക്ക് വളരെ ചങ്കകളില്ല. അത് നമ്മുടെ മാണികൾക്ക് പഠിച്ച പിള്ളേരൊക്കെ നമ്മുടെ എല്ലാം ചങ്കകളാണ്. കാരണം നമ്മുടെ ചെറുപ്പമേ മുതൽ കരാട്ട, കുൻഫു ഇതൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞെടുക്കുക. പക്ഷെ ഇവിടെ ആരെങ്കിലും ഞാൻ തരിയുണ്ടോ? അവിടെ നിർത്തുന്നല്ലേ? അതായത് പെണ്ണില്ല അവിടെ എത്തിയിട്ട് നിർത്തുവോ? ടിക്കറ്റ് അയച്ചോ? അത് അങ്ങനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടെ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയാം. പിന്നെ വഴിയെ മനസ്സിലാവും. കേക്ക് ഇവിടുത്തെ പറഞ്ഞാൽ കേക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവരാണ് വിളിക്കണം. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാവരും വിളിക്കും. ആർക്കും ഒന്നും കൂടാം ഇതിനകത്ത്. ഞാൻ പറഞ്ഞോളൂ. ഇല്ല ഞാൻ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാറ്. എല്ലാവരുടെയും കേക്ക് ഇട്ടായിരുന്നു. ഇതെന്റെ വീടാണ്. എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളാണ് എല്ലാവരും അത് നോക്കാം. അല്ല ഹോട്ടലങ്ങനെ പോട്ടെ. പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നമ്മള് മുട്ട് വെക്കും. മുഖത്ത് വേണ്ടി മുട്ടുകാനുണ്ട്. ഒന്ന് കുഞ്ഞിരിക്കും. നിൽക്കാൻ പറ്റുമോ? നമ്മളെ സിഗരറ്റ് കയ്യിലേക്കൊന്നുള്ളൂ. അത് നമുക്ക് സ്വയം ചെയ്യണോ? അറിയാലോ. അതറിയാണ്ട് ചെയ്തിട്ട് നമ്മൾ തെറ്റേതായിട്ടോ അവിടെ അല്ലേ? അതല്ല നമ്മളെല്ലാം തെറ്റ് ചെയ്യും ഇല്ലേ? 100% ശരിയാണ്. ആരുമില്ല. അത് നമ്മളാ തെറ്റ്
തെറ്റ് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ തെറ്റ് ചെയ്യണം, ക്ഷമിക്കണം, മാപ്പ് ചെയ്യണം. ഹലോ, സമയത്ത് ഇന്ന് വിളിച്ചല്ലേ? എടീ, ഹലോ, നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാണ്. ഓടിക്കോടെ വിളിച്ചാൽ തിരിച്ച് വീഡിയോ കോൾ പറഞ്ഞു. അങ്ങല്ല അപ്പൊ ആ വീട്ടിലാരും മിസ് ചെയ്യുന്ന എനിക്ക് ആ വീടാ മിസ് ചെയ്യണം. വീട്ടിലല്ല, സത്യം വീട്ടിലാരെയും മിസ് ചെയ്യണം. കാരണം അവരെല്ലാം നോക്കില്ലേ കാണാലോ. മിസ് ചെയ്യണം. ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് ഇതുപോലെ ജപ്തി ചെയ്യാൻ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കൂലേ? ആ ഫീലാണ്. നിങ്ങൾ പോകണമെങ്കിലാ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകണമെങ്കിൽ അടുത്ത കപ്പൽ കൊണ്ടുവരും. സന്തോഷമുള്ള ഒരു മൊമെന്റ് ബിഗ് ബോസിലെ സന്തോഷം മൊമെന്റല്ല തോന്നണേ. സന്തോഷമില്ല. അതെ, നമ്മള് മണ്ഡലങ്ങൾ നമുക്ക് മുതലൂത്തി തന്നപ്പോ നമ്മള് മണ്ഡലങ്ങളിൽ നമ്മുടെ നാട്ടുകാരുടെ നമ്മൾ തെളിയിച്ചു കൊടുത്തില്ലേ? അതല്ല നമ്മള് വിജയം അല്ലേ? നമുക്ക് പിന്നാലൊക്കെ പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്. നാളെ 3 പ്രോഗ്രാമുണ്ട്. അതൊന്നും ഏറ്റിട്ടില്ല. അതെ, വീണ്ടും പറയാട്ടാ, ഞാൻ നിങ്ങളെ പഴയ ചിന്തോട്ടാ. സീരിയസ് ആയി പറഞ്ഞു, ഞാൻ നിങ്ങളെ പഴയ ചിന്തോ അത് മാറ്റുന്നില്ല നിമിത്തം. കാരണം നമുക്ക് ആരൊക്കെ കൈ തന്നു നമ്മൾ നൽകി. അതുകൊണ്ട് നിങ്ങളുടെ കൈ തരാൻ ഞാൻ നിങ്ങൾക്ക് കയറി വരാം. തീർച്ചയായിട്ടും കേട്ടാ. നമുക്ക് ചെയ്യണം. നിങ്ങൾ മാറിയില്ലെങ്കിൽ താഴെ കൊണ്ടു. ഞാനിവിടെ ഗേറ്റ് വയ്ക്കുന്നുണ്ടോ? എന്താ അറിയോ? എന്ത് ഗേറ്റ് വയ്ക്കും? എങ്ങനത്തെ ഗേറ്റ് വയ്ക്കും? ഞാൻ ബിഗ് ബോസിന്റെ ഗേറ്റ് വയ്ക്കൂടെ? ഇങ്ങനെ ആ കണ്ണിന്റെ സാധനം എന്റെ മനസ്സിലുള്ള ഐഡിയ നല്ല ഐഡിയ. നല്ല ഐഡിയ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പൊ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഒന്ന് കയറാനായിട്ടൊരു അവരുടെ മെമ്പർ ആയിരിക്കില്ലേ? നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ ബിഗ് ബോസിന്റെ പടം കഴിക്കാം. പിന്നെ ആരാധിക്കണം, ബാറ്ററി മാറണം. ഹലോ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയോന്ന് ചോദിച്ചാലൊന്നും എങ്ങനെ പോനാ? ഈ ഫോണങ്ങനെ തിരിച്ചറിയില്ല. മീഡിയക്കാരും വീട്ടുകാരും ഒക്കെ ഫോണുകൾ തിരിക്കാൻ തിരിക്കോ? ഇതിന്റെ പുറത്ത് തിരിക്കാമോ? ഫോൺ തിരിക്കണോ? എന്നെ കാണാൻ വേണ്ടി വെച്ചെടുത്ത് കാണണ നിനക്ക് ഇത്ര കാണിച്ച തിരിച്ചില്ലെന്ന് കുഴപ്പമില്ല, വീടെടുത്ത് പോവില്ല. പണി പാടി പോനെ തിരിക്കടി. കേക്കട്ടെ പറഞ്ഞേ. മൊബൈലല്ലേ ക്ലിയർ ആയിട്ട് എന്റെ വാക്യാണ്.
ആ അല്ലേ, നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കല്ലേ സർപ്രൈസ് ആയിട്ട്. അതന്നെ സത്യം. നമുക്കൊരു മോളുണ്ട്, ഹലോ തിരിക്കണോ? വേണ്ട അല്ല, അവള് ചുമ്മാ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ. അവള് മോർണിംഗ് ഈവനിങ് കിടന്നു തുടങ്ങായിരുന്നു. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ഇതിനകത്തല്ല ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം. അതുകൊണ്ടാണ് സത്യം ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കണോ അല്ലേ? നിന്നെ ഞാൻ വീട്ടിലേക്കില്ലേ ഞാൻ അവന് വെച്ചോ ബൈ. ഇവരെ തിരിപ്പിക്കുന്ന ടൈപ്പ് അത് വെച്ചോ. നോക്കി ബാക്കിലാണ് പോയി. ഓക്കെ ഓക്കെ എനിക്കറിയാം. അപ്പൊ ഓക്കെ വെച്ചോ ബൈ. വഴി വഴി വണ്ണേ തിരിച്ചു പറ പവർ കൂടും. പാട്ട് പാടാൻ മറന്നു വരും. ഞാൻ തളർന്നു പോയി. എല്ലായിടത്തും പാടി മോശം. ആ കാക്കയുടെ പാട്ട് പാട്. ബസ്സിൽ പാടിയില്ലോ. എനിക്ക് പാടി തന്ന പാട്ട് പുറത്തിറങ്ങി കാര്യമില്ല. കൊറേ നമ്മള് നമ്മുടെ അനിയത്തിമാർക്ക് നമ്മുടെ ബ്ലഡുകൾക്ക് അവസരം കൊടുത്തിട്ട് ഒരിക്കലും അങ്ങനെ നിന്നെ ഞാൻ കണ്ടപ്പോ ഒരു താരമുട്ടായി പ്രായത്തിൽ പാടി വീരിഞ്ഞു നീ പൂന്തോല പരുവത്തിൽ പൂവായി കവിത തുളുമ്പുന്നതനായി. ഞങ്ങളെ പാട്ടറിയുണ്ട്. അവിടെ പാടണ്ട മഴ പാടി
എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഞാനിവിടെ നിന്ന് ഉറങ്ങണോ? അല്ല ഏറ്റവും കൂടുതൽ ഉറങ്ങി പട്ടിയുടെ കൊല മൈക്കോഫൈ ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോ മൈക്കോഫൈ നമ്മുടെ ജയിലും പണിയല്ല അല്ല ജാസ്മിൻ പിടിച്ചോളൂ. അപ്പൊ ചിന്തക്കാരുടെ വെറുതെ ഒരു ചോദ്യം റെസ്മിൻ അന്ന് വേസ്റ്റ് നിലത്തിട്ട് അടിച്ചു വലിപ്പിച്ചില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ജിന്റെ പുറകെ? അതിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാറുണ്ടോ? ചെയ്യാറുണ്ടോ? അതിന് ദേഷ്യം വന്നാലേ അറിയോ? ചെലപ്പോ അറിയൂല്ലേ? അതാ കുട്ടി ചെയ്തല്ലോ. കുട്ടിക്ക് ഇത്തിരി ദേഷ്യം വന്നായിരുന്നു. നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആളുകൾ തെറിയില്ലേ? തെറിയും തെരുന്നവരുണ്ടാവും, തീർച്ചയായിട്ടുണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞ നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് പ്രശ്നം ഉണ്ടായ നമ്മള് ചിലപ്പോ ചട്ടിയിട്ട് അടിക്കുന്ന കാരണന്മാരുണ്ടാവും, തലമുറ കാരണന്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കള് തന്നെ നമ്മള് ചിലപ്പോ സാറില്ല അവിടെ എന്റെ കൂട്ടുകാരില്ലേ. അല്ല റെസ്മിനല്ലേ, റെസ്മിന്റെ ചങ്കാണ് ചങ്ക്. അവൻ എന്റെ മുത്താണ്. എല്ലാം നമുക്ക് സീറ്റ് അവളോടുണ്ട്. നിങ്ങൾ അധ്യക്ഷനാണെന്ന് നല്ല ഗെയിമാണ് സത്യം പറഞ്ഞത്. നല്ല അവർ സിംഗിളായിട്ട് പറഞ്ഞു. ആ സിംഗിളായിട്ട് കളിച്ചെങ്കിൽ ശരിക്കും എന്റെ ഒരു ഓപ്പോസിറ്റ് ഗെയിമറായിരുന്നു. നല്ലതല്ലേ, നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഞാൻ പോണ്ട്, ഞാൻ ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കണ്ട് അവന് വളരട്ടെ. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരാനുള്ള അവസരമല്ലേ. നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം ആ അത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഗെയിം എല്ലാം തീർന്നു. ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് എന്റെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തോരം ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണം, അതെല്ലാവരും നമുക്ക് തിരിച്ചു ഉപദ്രവിക്കണം. അതിൽ നേരോളൂ. അവരൊന്നും ഉപദ്രവിച്ചല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുക, അതൊക്കെ അതിൻ്റെതായ ഭാഗത്തിൽ വിടാം. അവിടെ തീർന്നു. ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തിട്ട് വിട്ടാ. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. അതിനുള്ള കഴിവെനിക്കുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പാഠമാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല പാഠമാണ്. കാരണം അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴല്ലേ ഞാൻ വളർന്നവിടെ, അല്ലേ? സത്യല്ലേ? അല്ലേ? അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴേ ഞാൻ വളർന്നു. എന്നാൽ ക്ഷമിക്കാൻ പഠിക്കണം നിങ്ങൾ വിചാരിച്ചോ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ ഭാര്യയോട്
ആ യെസ് ഡിഗ്രി അല്ലേ നിങ്ങളെല്ലാവരും ശരിക്കും പഠിക്കാം പോവാം പോവാ ഞാൻ വെറുതെ സമയം രണ്ട് മണിയോ ഭക്ഷണം കഴിച്ചിട്ട് നാളെ വീട്ടിൽ തുടങ്ങും ഓക്കെ മന്ദിരമുണ്ട് അവിടെ പോയി താരാഴ്ച പോകണം അപ്പൊ പോട്ടെ താങ്ക് യു വന്നവരോട് നിങ്ങൾ മീഡിയക്കാരില്ലെങ്കിൽ ഞാൻ വളരില്ല അനിയന്റെ മോനോട്ടാ അവന് ഇതോടെ കപ്പൂടെ പൊക്കും കാരണം അവനെ നമ്മൾ അങ്ങനെ വളർത്തിയിരുന്നു പിന്നെ അവൻ വളർന്നു വരുമ്പോഴേക്കും ഇവിടെ അടുത്ത് ഇതിന് വലിയ ജില്ല ആക്കുന്നില്ല നാട്ടുകാർ കൂടി ആ വെച്ചോ തട വെച്ചോ ആ അത് അവര് അവനാ ബെറ്റ് വെക്കാം അവനെ ആകാനൊക്കെ അറിയാം വേറെ ആ സ്കൂളിൽ മിഠായി പറ്റിച്ചേക്കാണ് നമ്മുടെ മിഠായി വേണം അപ്പുറം കൊടുക്കണം ഓക്കെ എന്നെ വീട്ടിൽ കയറ്റി പോകും പ്ലീസ് എന്തെന്ന് വരുന്ന വിടും കൊല്ലാന്നിരിക്കാൻ പറ്റും തിരിച്ചപ്പോഴാണ് നിങ്ങൾ തീരുമാനിക്കും ഞാൻ എന്ത് ചെയ്യട്ടെ വരടാ പെട്ടു ബ്രാഹ്മണ ഞാൻ വീണ്ടും പെട്ട് എവിടെ ഇവിടെ ഇല്ല തൊട്ടപ്പെടുത്തല്ലേ ഒന്ന് ബാക്കിലേക്ക് കഴിഞ്ഞ് ആളെ ഒന്നും കൂടെ വിട്ടേ കമോൺ കേക്ക്
അമ്മയുടെ അമ്മ അമ്മയുടെ അപ്പൻ 90 വയസ്സ് എന്റെ അപ്പനൊക്കെ അനേക്കാളും ചെറുപ്പാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് ഈറ്റ വിട്ടാലിട്ട് മലയിൽ പോലെ ആ മലയിൽ പോയിട്ട് നല്ല ആരോഗ്യമാണ്. ഇവിടെ ഒക്കെ നല്ല അതാണ് ആ കരുത്ത നമുക്ക് ശരിയാണ്. ഇവിടെ അവിടെ കാണാലോ. ഈ ചാച്ചൻ പറഞ്ഞത് എന്റെ അമ്മയുടെ ക്ഷമയുടെ നെല്ലിപ്പായ ഏകദേശം ഞാൻ പഠിച്ചതാണ്. അടുത്ത എന്റെ അമ്മയുടെ അങ്ങനെ ഇതൊക്കെ എന്റെ അമ്മയുടെ എല്ലാവരും കല്യാണം അവിടെ ഉണ്ടായില്ല. ചേട്ടാ ഹായ് ഇവിടെ കേട്ടാ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ബാബാ അവിടെ കയറിട്ട് എന്റെ എല്ലാ കൊള്ളിലാമയ്ക്കും എന്റെ കൂടെ നിന്നാണ്. എല്ലാ കൊള്ളിലാമയ്ക്കും എന്റെ കൂടെ നിന്നു. കപ്പ് വേണ്ട. അതൊക്കെ മക്കളുടെ നോക്കണ കൈമാറും. നമ്മള് കേരളത്തിലെ മക്കൾക്ക് എല്ലാവരും കൈമാറും.
ഹലോ പ്രിയ നാട്ടുകാരെ, നമ്മുടെ പ്രിയ ജിൻഡോ നാടിന്റെ അഭിമാനം സംഘത്തിന്റെ പേരിലുള്ള ഒരു അനുമോദനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ വൈദ്യുതി വേളയിലെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തന്നെ അപ്പച്ചനെ അമ്മച്ചയും സ്വാഗതം ചെയ്യുന്നു. അനുമോദനങ്ങൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി പാലശ്ശേരിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ നമ്മൾ വലിയ മീറ്റിംഗ് ഒന്നും സംഘടിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും ഈ വീട്ടിലുള്ള എല്ലാവിധ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചത് ഈ സംഘത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളിവിടെ സമൃദ്ധി പുരുഷ സ്വയം സഹായ സംഘം ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആളുകളെ സഹായിക്കുന്നതിനും മറ്റുമൊക്കെയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ജിൻഡോ കളിച്ചു വളർന്ന പ്രദേശമാണിത്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളെ വീട്ടുകാരൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ്. ഇവിടെ നിൽക്കുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരാളെ നമ്മുടെ ഇന്ന് ഇത്രയും സമയം നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വലിയൊരു ജനാവലി തന്നെയായിരുന്നു. സമയമേറെ വൈകിയത് കൊണ്ടാണ് ആളുകളൊക്കെ ഇപ്പോൾ വീടുകളിലേക്ക് പോയത്. എങ്കിലും ഈ വൈകിയ വേളയിൽ ജിൻഡോ ഇത്ര വലിയ ഒരു അംഗീകാരവുമായി നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ അയൽവക്കക്കാരുടെ ഒരു ആദരവാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് ജിൻഡോ എത്തിച്ചേർന്നതിന് എല്ലാവരുടെയും പേരിൽ ജിൻഡോനെ അഭിനന്ദിക്കുന്നു, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി സംഘത്തിന്റെ പ്രസിഡന്റും ട്രഷററും ചേർന്ന് അദ്ദേഹത്തിന് ബൊക്കെ നൽകി ആദരിക്കുന്ന ദിവസം. എല്ലാവരും കൈയടിക്കാം. സമൃദ്ധി പുരസ്കാരം കൊടുത്തതിന് വേണ്ടിയിട്ട് ഈ പുരസ്കാരം ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ വലിയ അച്ചീവ്മെന്റ്സുകൾ നേടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെമന്റോ ആണ്. സമൃദ്ധി നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം. ജിൻഡോന് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ? സത്യമല്ലേ? സത്യമാണ്. നിങ്ങളെൻ്റെ എല്ലാവരുടെ കൂട്ടുകാരാണ്, ക്ലാസ്മേറ്റ്സ് ആണ്, ഒക്കെയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല, തിരിച്ചും കൂടെ ആവശ്യമില്ല. സത്യസന്ധത പറയണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ പഴയ ചിന്തയാണ്. ഞാനും നിങ്ങളും അങ്ങനെ തന്നെ ആവണം. എനിക്കതിൻ്റെ ആഗ്രഹം. സത്യം. നിങ്ങൾ ഭയങ്കര ഫോർമാലിറ്റീസ് ആവണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. സത്യം നിങ്ങൾ തന്നെ പറയാനാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും നമ്മൾ ഇവിടെ എല്ലാവരും കൂടി തുടങ്ങിയാണ് ഈ സംരംഭം. നന്നായിട്ട് വിജയിക്കട്ടെ. എൻ്റെയും തൊട്ടപ്പുറത്ത് വിടാം അറിയാലോ, ഒരു മതിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപകാരങ്ങളല്ല നല്ലതൊക്കെയുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഉപകാരം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്തിയാലോ? അപ്പൊ ഈ ആദരവില് ഏറ്റുവാങ്ങി പങ്കെടുത്ത എല്ലാവർക്കും, ജിൻഡോയ്ക്കും മറ്റെല്ലാവർക്കും നന്ദി. നാട്ടുകാരുടെ അയലൊക്കെക്കാരുടെ നന്ദി വേണ്ട. നന്ദിയാക്കാൻ നിങ്ങളോടാണ്. ഞാൻ നിങ്ങളോടല്ല അറിയാറുണ്ട്. എന്നെയല്ല നിങ്ങളല്ലേ നിങ്ങളാക്കിയത്. അപ്പൊ നിങ്ങളോടാ നന്ദി. ലവ് യു ഉമ്മ. എന്റെ പുരസ്കാരം ഓർമ്മിക്കണ്ടോ?
എന്താണോ എന്താണോ നേരെ ഓപ്പോസിറ്റാണ് കണ്ടടാ. നിന്റെ ചേട്ടൻ തീർന്നില്ലേ? അറിയോ അറിയോ കണ്ടന്റ് കേട്ടിട്ടുണ്ട് നമ്മള്. ടോപ്പി നിങ്ങളെടുത്തു ടിക്കറ്റ് ഒരുമിച്ച് നിങ്ങളെടുത്തോളെ വാക്കർ സെൽഫി ചേട്ടാ ഫോട്ടോ എടുക്കാം.